വളരെ പെട്ടെന്ന് അതുപോലെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി പാസ്ത ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അപ്പോൾ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണുക. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ല ക്രീമി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്തേൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് തക്കാളി, അതുപോലെ തന്നെ സവാള, പിന്നെ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ക്രീമി പാസ്ത ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ക്രീം ഉണ്ടാക്കി നമ്മളെ പാല് വെച്ചിട്ട് ക്രീം ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുരുമുളക് പൊടി, അതുപോലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ പല വിധത്തിലും ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു രീതിയിലാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ട് നമ്മൾ അതിലേക്ക് ബട്ടർ ഇടണതാണ് നല്ലത്. ഞാൻ അതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഓയിൽ എടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം സവാള, ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതില്ലാതെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ല, ഞാൻ ഇതൊക്കെ ഇട്ടിട്ടാണ്. അതുപോലെ ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കും കാര്യമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, അതുപോലെ സ്വീറ്റ് കോൺ ഒക്കെ ചെയ്യാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ടിട്ടോ, കുരുമുളക് പൊടി വേണം, പെപ്പർ പൗഡർ അതാണ് കേട്ടോ മസ്റ്റ്, അതിട്ടിട്ടുണ്ട്. അതും ഇട്ടതിന് ശേഷം കുറച്ച് ഞാൻ ഉപ്പും അതുപോലെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രഷ് ക്രീമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാലും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ. ക്രീമൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. ഇനി അധികം വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇനി ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാലും മൈദ ഒക്കെ വെച്ചിട്ട് ക്രീം ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ അത് തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ പാസ്ത അതിലേക്ക് ഇട്ടു. പിന്നെ വേവാനൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. പിന്നെ കുറച്ചും കൂടി കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒറിഗാനോയും കൂടി ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആൻഡ് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.